ABC റീസ്റ്റാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഭ്രമണപഥങ്ങളെക്കുറിച്ചാണ്, അഥവാ ഓർബിറ്റുകളെക്കുറിച്ചാണ്. എന്താണ് ഓർബിറ്റ് അഥവാ ഭ്രമണപഥം? നമ്മളുടെ ചെറിയ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് സൗരയൂഥത്തെക്കുറിച്ച്, അല്ലെ, സോളാർ സിസ്റ്റത്തെക്കുറിച്ച്. ആ സോളാർ സിസ്റ്റം അഥവാ സൗരയൂഥം പഠിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഭ്രമണപഥങ്ങളെക്കുറിച്ചും പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ സൗരയൂഥത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇതാണ് സൗരയൂഥം. സൗരയൂഥത്തിൽ ആദ്യമായിട്ട് സൂര്യനുണ്ട്, പിന്നീട് ഗ്രഹങ്ങളുണ്ട്, അല്ലേ? ഗ്രഹങ്ങൾ എത്ര ഗ്രഹങ്ങളാണ് നമ്മുടെ സൗരയൂഥത്തിലുള്ളത്? 8 ഗ്രഹങ്ങൾ. മുൻപ് 9 ഗ്രഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 9ാമത് ഗ്രഹമായിട്ടുള്ള പ്ലൂട്ടോയെ ഗ്രഹപദവിയിൽ നിന്നും ഒഴിവാക്കി ഇപ്പോൾ അത് ഡോർഫ് പ്ലാനറ്റ് അഥവാ കുള്ളൻ ഗ്രഹം എന്നാണ് അറിയപ്പെടുന്നത്. കൂടാതെ ഉപഗ്രഹങ്ങളുണ്ട്. എല്ലാ ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങളില്ല. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത 2 ഗ്രഹങ്ങളാണ് ബുധനും ശുക്രനും അഥവാ മെർക്കുറിയും വീനസും. കൂടാതെ ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിൽ ആസ്ട്രോയിഡ് ബെൽറ്റ് എന്നറിയപ്പെടുന്ന ചിഹ്നഗ്രഹങ്ങളുടെ ഒരു മേഖലയുണ്ട്. ഷേപ്പ്ലെസ് ആയിട്ടുള്ള പാറക്കഷ്ണങ്ങൾ നിറഞ്ഞിട്ടുള്ളൊരു മേഖലയാണത്. കൂടാതെ വാൽനക്ഷത്രങ്ങളുണ്ട്. ഇത്രയും ചേർന്നതാണ് നമ്മളുടെ സൗരയൂഥം അഥവാ സോളാർ സിസ്റ്റം. ഈ സോളാർ സിസ്റ്റത്തിൻ്റെ കേന്ദ്രഭാഗം എന്ന് പറയുന്നത് സൂര്യനാണ്. ഈ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയൊരു സെലസ്റ്റിയൽ ബോഡി അഥവാ ആകാശഗോളം എന്ന് പറയുന്നതും സൂര്യനാണ്. മറ്റ് ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, ചിഹ്നഗ്രഹങ്ങൾ എല്ലാം സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുന്നു. ഈ വലം വയ്ക്കുന്നത് പ്രത്യേക പാതയിലൂടെയാണ്, ഒരു നിശ്ചിത പാതയിലൂടെയാണ് ഇത് വലം വയ്ക്കുന്നത്. ഈ വലം വയ്ക്കുന്നതിനെയാണ് നമ്മൾ പരിക്രമണം ചെയ്യുന്നത് എന്ന് പറയുന്നത്. പരിക്രമണം അതായത് റെവല്യൂഷൻ. സൂര്യനെ ഗ്രഹങ്ങൾ നിശ്ചിത പാതയിലൂടെയാണ് പരിക്രമണം ചെയ്യുന്നത്. ആ നിശ്ചിത പാതയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭ്രമണപഥം. ഗ്രഹങ്ങൾ സൂര്യനെ വലം വയ്ക്കുന്ന, പരിക്രമണം ചെയ്യുന്ന നിശ്ചിത പാതയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭ്രമണപഥം. ഉദാഹരണത്തിന് സൂര്യനെ ഭൂമി പരിക്രമണം ചെയ്യുന്നു. ആ പരിക്രമണം ചെയ്യുന്ന പാതയെ ഭൂമിയുടെ ഭ്രമണപഥമെന്ന് പറയാം. അതുപോലെ തന്നെ ഗ്രഹങ്ങളെ ഉപഗ്രഹങ്ങളും പരിക്രമണം ചെയ്യുന്നുണ്ട്. ആ പരിക്രമണം ചെയ്യുന്ന പാത ആ ഉപഗ്രഹത്തിൻ്റെ ഭ്രമണപഥമാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് സൂര്യനെ ഗ്രഹങ്ങളും മറ്റു ഉപഗ്രഹങ്ങളെല്ലാം ഭ്രമണം ചെയ്യുന്നത്, അല്ലെ പരിക്രമണം ചെയ്യുന്നത്? ഈ പരിക്രമണം ചെയ്യുന്നത് പ്രധാനമായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ന്യൂട്ടൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ച്, അല്ലേ? ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അഥവാ ഗുരുത്വാകർഷണ ബലം മൂലമാണ് സൂര്യനെ മറ്റു ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ചിഹ്നഗ്രഹങ്ങളെല്ലാം വലയം ചെയ്യുന്നത്, അതായത് പരിക്രമണം ചെയ്യുന്നത്. ആ പരിക്രമണം ചെയ്യുന്ന ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് സൂര്യന് വളരെയധികം കൂടുതലാണ്. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും വലിയ ആകാശഗോളം സൂര്യനാണ്. വലിപ്പം കൂടുന്നതിനനുസരിച്ച് ഗ്രാവിറ്റേഷണൽ ഫോഴ്സും വളരെയധികം കൂടുതലായിരിക്കും. ഓക്കെ, നമ്മളുടെ ഭൂമി എടുത്താൽ ആ ഭൂമിയിൽ ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ, അല്ലേ? അഥവാ മൂൺ. ഈ ഉപഗ്രഹങ്ങൾക്ക് പുറമേ നമ്മൾ സാറ്റലൈറ്റുകളെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നുണ്ട്, അല്ലേ? റോക്കറ്റ് ഉപയോഗിച്ച് സാറ്റലൈറ്റുകൾ വിക്ഷേപിച്ചുകൊണ്ട് കൃത്രിമമായിട്ടുള്ള ഉപഗ്രഹങ്ങളെ നമ്മൾ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നു. ആ ഉപഗ്രഹങ്ങളും നിശ്ചിത പാതയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമിയെ കറങ്ങുന്നുണ്ട്, അല്ലേ? ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, എല്ലാവർക്കും അറിയാം. എങ്കിലും നമ്മളുടെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് നമുക്ക് പഠിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത്. നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ തെറ്റിദ്ധാരണ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അതെല്ലാം ദൂരീകരിച്ചുകൊണ്ട് ക്ലാരിറ്റിയോടെ നിങ്ങളെ മനസ്സിലാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത് പറയുന്നത്. ഓക്കെ, ഈ ഉപഗ്രഹങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭ്രമണപഥങ്ങളിലൂടെയാണ് ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നത്. ആ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭ്രമണപഥങ്ങൾ തീരുമാനിക്കുന്നത് ആ ഉപഗ്രഹത്തിൻ്റെ പർപ്പസിനനുസരിച്ചാണ്. ആ ഉപഗ്രഹം എന്തിനു വേണ്ടിയാണോ നിർമ്മിച്ചിരിക്കുന്നത്, ആ ഉപഗ്രഹം കൊണ്ട് എന്ത് പരീക്ഷണങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്, ആ പർപ്പസിനനുസൃതമായിട്ടാണ് ഉപഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങളും തീരുമാനിക്കുന്നത്. ആ ഭ്രമണപഥങ്ങൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭ്രമണപഥങ്ങൾ നമുക്ക് നിലവിലുണ്ട്. ആ ഭ്രമണപഥങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ കാറ്റഗറി, അതിനെ ഭ്രമണപഥങ്ങളെ നമ്മൾ ബേസിക്കായിട്ട് അതിൻ്റെ ആകൃതിക്കും അതുപോലെ തന്നെ ഉയരത്തിനും അതുപോലെ തന്നെ ചരിവിനുമെല്ലാം അനുസരിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതേതാണെന്ന് നമുക്ക് നോക്കാം. ഭ്രമണപഥങ്ങളെ അതിൻ്റെ ചരിവിനനുസരിച്ച്, അതായത് ബൈ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ ചരിവ്, ആ ചരിവിനനുസരിച്ച് ഇക്വറ്റോറിയൽ ഓർബിറ്റ്, പോളാർ ഓർബിറ്റ്, ഇൻക്ലൈൻഡ് ഓർബിറ്റ് എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ഇക്വറ്റോറിയൽ ഓർബിറ്റ്, പോളാർ ഓർബിറ്റ്, ഇൻക്ലൈൻഡ് ഓർബിറ്റ്. അതിൽ ഇക്വറ്റോറിയൽ ഓർബിറ്റ് എന്ന് പറയുന്നത് ഇക്വേറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ ഭൂമധ്യരേഖ. ഭൂമിയുടെ മധ്യഭാഗത്തു കൂടി പോകുന്നൊരു രേഖയാണ്, സാങ്കല്പിക രേഖയാണ് ഭൂമധ്യരേഖ. ആ ഭൂമധ്യരേഖയാണ് ഇക്വറ്റോറിയൽ എന്ന് പറയുന്നത്, ഇക്വേറ്റർ എന്ന് പറയുന്നത്. ആ ഇക്വേറ്ററിന് നേരെ മുകളിലുള്ള ഓർബിറ്റിനെയാണ് എന്ത് പറയുന്നത്? ഇക്വറ്റോറിയൽ ഓർബിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പോളാർ ഓർബിറ്റ്, നമുക്കറിയാം പോളുകൾ എന്ന് പറഞ്ഞാൽ, പോൾസ് എന്ന് പറയുന്നത് ധ്രുവപ്രദേശങ്ങളെയാണ് പോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പോൾ അഥവാ ധ്രുവപ്രദേശങ്ങൾക്ക് മുകളിലൂടെയുള്ള ഭ്രമണപഥം അതായത് ഓർബിറ്റുകളെ നമ്മൾ എന്ത് പറയുന്നു?
പോളാർ ഓർബിറ്റുകൾ എന്ന് പറയുന്നു. നേരെ പോളുകൾക്ക് അഥവാ ധ്രുവപ്രദേശങ്ങൾക്ക് മുകളിലൂടെ പോകുന്ന ഭ്രമണപഥങ്ങളെയാണ് നമ്മൾ പോളാർ ഓർബിറ്റുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പോളാർ ഓർബിറ്റിനും ഇക്വറ്റോറിയൽ ഓർബിറ്റിനും ഇടയിലായിട്ടുള്ള ഭാഗത്ത് ചരിഞ്ഞ് ഉള്ള ഭ്രമണപഥത്തിനെയാണ് നമ്മൾ ഇൻക്ലൈൻഡ് ഓർബിറ്റ്. ഓക്കെ, ഇക്വറ്റോറിയൽ ഓർബിറ്റിനും പോളാർ ഓർബിറ്റിനും ഇടയിലുള്ള ആംഗിളിലുള്ള ചരിഞ്ഞുള്ള ഭ്രമണപഥങ്ങളെ നമ്മൾ ഇൻക്ലൈൻഡ് ഓർബിറ്റ് എന്ന് പറയുന്നു. ഇത് ഇൻക്ലിനേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വേർതിരിവുകൾ. അതുപോലെ തന്നെ ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ, ആകൃതിയുടെ അടിസ്ഥാനത്തിൽ ബേസിക്കായിട്ട് നമുക്ക് പറയാം സർക്കുലർ ഓർബിറ്റ്. ഓക്കെ, അതുപോലെ തന്നെ എലിപ്റ്റിക്കൽ ഓർബിറ്റ് നിങ്ങൾ രണ്ടായി തിരിച്ചിട്ടുണ്ട്. എലിപ്റ്റിക്കൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വശങ്ങൾ വലിഞ്ഞ് ആ ഒരു ഓവൽ ഷേപ്പിൽ അല്ലേ. അതുപോലെ തന്നെ സർക്കുലർ എന്ന് പറഞ്ഞാൽ ഒരു വൃത്തം. ഓക്കെ, ആ വൃത്തത്തിൻ്റെ ഷേപ്പ്. ഇതാണ് ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് ഓർബിറ്റുകൾ. അതുപോലെ തന്നെ ആൾട്ടിറ്റ്യൂഡിൻ്റെ അടിസ്ഥാനത്തിൽ അഥവാ ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ലോ എർത്ത് ഓർബിറ്റ് അഥവാ ലിയോ എന്നും, മീഡിയം എർത്ത് ഓർബിറ്റ് അഥവാ മിയോ എന്നും, ജിയോ സ്റ്റേഷണറി ഓർബിറ്റ് അഥവാ ജിയോ എന്നും, ജിയോ സ്റ്റേഷണറി ഓർബിറ്റിന് നമ്മൾ ഹൈ എർത്ത് ഓർബിറ്റ് എന്ന് പറയാം. അതായത് ഉയരം കൂടിയ ഓർബിറ്റാണ്. അതുകൊണ്ട് തന്നെ ഹൈ എർത്ത് ഓർബിറ്റ് അഥവാ ഹിയോ, ലിയോ, മിയോ, ഹിയോ അല്ലെങ്കിൽ ജിയോ. ഓക്കെ, ഈ ജിയോ സ്റ്റേഷണറി ഓർബിറ്റിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പിന്നീട് പഠിക്കാം. ആദ്യമായിട്ട് ലോ എർത്ത് ഓർബിറ്റ് എന്നാൽ അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 160 മുതൽ 2000 കിലോമീറ്റർ വരെയാണെന്ന് ഓർത്തിരിക്കുക. 160 മുതൽ 2000 കിലോമീറ്റർ വരെ, ഏകദേശം ഒരു 180 കിലോമീറ്റർ മുതൽ നമുക്ക് ഓർബിറ്റ്സുകൾ, അതായത് 180 കിലോമീറ്റർ മുതൽ ധാരാളം സാറ്റലൈറ്റുകൾ കാണാൻ കഴിയും. ലോ എർത്ത് ഓർബിറ്റിൽ 180 മുതൽ ഏകദേശം 1000 കിലോമീറ്ററിനുള്ളിലാണ് ഏറ്റവും ഭൂരിഭാഗം സാറ്റലൈറ്റുകൾ നമ്മൾ വിക്ഷേപിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ 2000 കിലോമീറ്ററിന് മുകളിൽ ഏകദേശം 35,000 കിലോമീറ്ററിന് താഴെയും ആയിട്ടുള്ള ഓർബിറ്റുകളെല്ലാം നമുക്ക് മീഡിയം എർത്ത് ഓർബിറ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ 35,780 ആണ് എക്സാക്റ്റ് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 35,780 അല്ലെങ്കിൽ 36,000 കിലോമീറ്ററിന് മുകളിലുള്ള 36,000 കിലോമീറ്റർ മുതൽ ഉള്ള ഓർബിറ്റുകളെ നമുക്ക് ജിയോ സ്റ്റേഷണറി ഓർബിറ്റ് അഥവാ ജിയോ സ്റ്റേഷണറി ഇക്വറ്റോറിയൽ ഓർബിറ്റ് എന്നിങ്ങനെയൊക്കെ പറയാം. ജിയോ സിൻക്രണസ് ഓർബിറ്റ് ഒക്കെ എന്ന് പറയാം. ഓക്കെ, ജിയോ സ്റ്റേഷണറി ഓർബിറ്റ് അഥവാ ഹൈ എർത്ത് ഓർബിറ്റുകളെല്ലാം എവിടെയാണ്? 36,000 കിലോമീറ്റർ അകലെയാണ് ഉണ്ടാവുക. അത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നാണെന്ന് ഓർക്കണം. ഇതെല്ലാം ഈ പറഞ്ഞ കിലോമീറ്റർ അളവുകളെല്ലാം ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നാണ്. ഓക്കെ, ഇനി നമുക്ക് ഹൈ എർത്ത് ഓർബിറ്റ് കാറ്റഗറിയിൽപ്പെടുന്ന ജിയോ സ്റ്റേഷണറി ഓർബിറ്റിനെ കുറിച്ച് പഠിക്കാം. ജിയോ സ്റ്റേഷണറി ഓർബിറ്റ് അഥവാ ജിയോ. ഈ ജിയോ സ്റ്റേഷണറി ഓർബിറ്റിൻ്റെ മറ്റൊരു പേരാണ് ജിയോ സിൻക്രണസ് ഇക്വറ്റോറിയൽ ഓർബിറ്റ്. എന്താണ് ജിയോ സിൻക്രണസ് ഇക്വറ്റോറിയൽ ഓർബിറ്റ്? അതിൽ ഇക്വറ്റോറിയൽ ഓർബിറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇക്വേറ്ററിന് നേരെ മുകളിലുള്ള ഓർബിറ്റുകളെയാണ് ഇക്വറ്റോറിയൽ ഓർബിറ്റ് എന്ന് പറയുന്നത്. ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ ഭൂമധ്യരേഖ. ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിലുള്ള ഓർബിറ്റുകളെല്ലാം നമ്മൾ എന്ത് പറയുന്നു? ഇക്വറ്റോറിയൽ ഓർബിറ്റ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ജിയോ സിൻക്രണസ് കൂടിയാണ് ജിയോ സ്റ്റേഷണറി ഓർബിറ്റ്. ജിയോ സ്റ്റേഷണറി ഓർബിറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഇക്വറ്റോറിയൽ ഓർബിറ്റ് ആണെന്ന്. ഇക്വേറ്റർ നേരെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ അത് ജിയോ സിൻക്രണസ് കൂടിയാണ്. ജിയോ സിൻക്രണസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഭൂമിയുമായി സമന്വയിച്ചിരിക്കുന്നതാണ് അർത്ഥമാക്കുന്നത്. ഭൂമിയുമായി സമന്വയിക്കുക എന്ന് പറഞ്ഞാൽ ഭൂമി നമുക്കറിയാം സ്വന്തം അച്ചുതണ്ടിൽ അത് റൊട്ടേഷൻ ചെയ്യുന്നുണ്ട് അഥവാ ഭ്രമണം ചെയ്യുന്നുണ്ട്. സ്വന്തം അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്ന ഭൂമി ഒരു വേഗതയുണ്ട് അല്ലേ, ഭ്രമണ വേഗത എന്ന് പറയുക. ആ ഭൂമിയുടെ ഭ്രമണ വേഗതയ്ക്കും ആ ഭ്രമണ ദിശയ്ക്കും സമാനമായ വേഗതയിലും ദിശയിലും സഞ്ചരിക്കുന്ന സാറ്റലൈറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജിയോ സിൻക്രണസ് സാറ്റലൈറ്റുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ജിയോ സിൻക്രണസ് സാറ്റലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഭ്രമണ വേഗതയ്ക്കും ആ ദിശയ്ക്കും സമാനമായിട്ടാണ് ഈ സാറ്റലൈറ്റുകൾ സഞ്ചരിക്കുന്നത്. അങ്ങനെയുള്ള ജിയോ സിൻക്രണസ് എന്ന പ്രത്യേകതയും ഈ ജിയോ സ്റ്റേഷണറി ഓർബിറ്റുകൾക്കുണ്ട്. ഈ ഓർബിറ്റ്, ജിയോ സ്റ്റേഷണറി ഓർബിറ്റ് എന്ന് പറയുന്ന ഓർബിറ്റ്, അത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഏകദേശം 35,786 കിലോമീറ്റർ അകലെയുമാണ്. ഓക്കെ, ഈ ജിയോ സ്റ്റേഷണറി ഓർബിറ്റിലുള്ള അഥവാ ജിയോ സിൻക്രണസ് ഓർബിറ്റിലുള്ള ഉപഗ്രഹങ്ങൾക്ക് ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ വേഗത കൈവരിക്കണമെങ്കിൽ അത് 35,786 കിലോമീറ്റർ അകലെ നിന്ന് വേണം. ആ അകലേക്ക് പോയാൽ മാത്രമാണ് ജിയോ സ്റ്റേഷണറി ഓർബിറ്റുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഓർബിറ്റിലുള്ള ഉപഗ്രഹങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ ആ വേഗത കൈവരിക്കാൻ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ വേഗതയുടെ കാര്യം പറഞ്ഞപ്പോൾ പഠിച്ചു അല്ലേ. ഉയരത്തിനനുസരിച്ച് വേഗത വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ വേഗത ഈ ഉപഗ്രഹങ്ങൾ ആർജിക്കണമെങ്കിൽ, ആ വേഗതയിൽ എത്തണമെങ്കിൽ ഇത്രയും ഉയരത്തിൽ ഉപഗ്രഹങ്ങളെ പ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ജിയോ സ്റ്റേഷണറി ഓർബിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് 35,786 കിലോമീറ്റർ അകലെയാണ്. അത് നേരെ ഇക്വേറ്ററിൻ്റെ മുകളിലാണ്. അതുകൂടാതെ അത് ജിയോ സിൻക്രണസ് കൂടിയാണ്. എന്താണ്? ഭൂമിയുമായി സമന്വയിച്ചിരിക്കുന്നതാണ്. അതായത് ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ ദിശയിലും ഭ്രമണത്തിൻ്റെ വേഗതയിലും സഞ്ചരിക്കുന്ന ഒരു സാറ്റലൈറ്റ് ആണെന്ന് കൃത്യമായി ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഇത് തെറ്റില്ലല്ലോ. ഇതാണോ 35,786 കിലോമീറ്റർ ഉയരത്തിൽ ആണ്
ഇത് സെക്കൻഡിൽ 3 കിലോമീറ്റർ വേഗതയിലും ആയിരിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മൾ ഇതിനെ ജിയോ സ്റ്റേഷണറി ഓർബിറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. അതുപോലെ ഈ ജിയോ സ്റ്റേഷണറി ഓർബിറ്റുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. എന്താണ് പ്രത്യേകതകൾ? ഇത് നമ്മൾ പറഞ്ഞു സാറ്റലൈറ്റുകൾ, അതായത് ഭ്രമണപഥങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇന്ന ഭ്രമണപഥം ചൂസ് ചെയ്യണമെങ്കിൽ ആ ഉപഗ്രഹത്തിന് ചില പർപ്പസുകൾ ഉണ്ടായിരിക്കണം അല്ലേ. ഈ പറയുന്ന ജിയോ സ്റ്റേഷണറി ഓർബിറ്റിലേക്ക് നിന്നുള്ള സാറ്റലൈറ്റ് നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ആ സാറ്റലൈറ്റ് സ്ഥിരമായിട്ടൊരു പോയിന്റിലായിരിക്കും ഉള്ളത്. ഓക്കെ. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സ്ഥിരമായ ഒരു പോയിന്റിൽ മാത്രം കാണപ്പെടുന്ന സ്ഥിരമായ ചലനമില്ലാതെ സ്ഥിരമായ ഒരു പോയിന്റിൽ തന്നെ നിൽക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അതാണ് ജിയോ സിൻക്രണസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതെന്തുകൊണ്ടാണ് ആ സാറ്റലൈറ്റുകൾ സ്ഥിരമായിട്ടുള്ള പോയിന്റിൽ വെക്കുന്നതുകൊണ്ട് എന്താണ് നമുക്ക് ഗുണം കിട്ടുന്നത്? അത് കമ്മ്യൂണിക്കേഷൻ പർപ്പസുകൾക്ക് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ പർപ്പസുകൾക്ക് ഏറ്റവും ഉതകുന്ന ഒരു ഓർബിറ്റാണ് ജിയോ സ്റ്റേഷണറി ഓർബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മറ്റൊരു ലോജിക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ലോയർ ഓർബിറ്റിൽ ഏറ്റവും കൂടുതൽ വേഗതയിലാണ് ഉപഗ്രഹങ്ങൾ കറങ്ങുക നമ്മൾ പറഞ്ഞു അല്ലേ. ഒരു 90 മിനിറ്റിലേക്ക് ഒരു ഉപഗ്രഹം എന്ത് ചെയ്യുന്നു? ഭൂമിയെ ഒരിക്കൽ തന്നെ വലം വെച്ച് വന്നിട്ടുണ്ടാവും. 90 മിനിറ്റ് കൊണ്ട്. ആ 90 മിനിറ്റിൽ അത്രയും വേഗതയിൽ സഞ്ചരിക്കുന്ന ഉപഗ്രഹത്തിന് ഒരിക്കലും കമ്മ്യൂണിക്കേഷൻ സർവീസുകൾ പ്രോപ്പറായിട്ട് നടത്താൻ പറ്റത്തില്ല അല്ലേ. കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾക്ക്, അതായത് ടവറുകളിൽ നിന്നിട്ട് സിഗ്നലുകൾ സ്വീകരിക്കാനും റിസീവ് ചെയ്യാനും അയക്കാനൊക്കെ ഈ പറയുന്ന സാറ്റലൈറ്റുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഓക്കെ. എന്നാൽ സ്ഥിരമായ ഒരു പോയിന്റിൽ നിൽക്കുന്ന ഉപഗ്രഹങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻസ് സ്വതവേ ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. കമ്മ്യൂണിക്കേഷൻ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ജിയോ സ്റ്റേഷണറി ഓർബിറ്റുകൾ കമ്മ്യൂണിക്കേഷന് പ്രധാനമാണ്. ഓക്കെ. ആശയവിനിമയം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആശയവിനിമയത്തിന് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടുള്ളൊരു സാറ്റലൈറ്റാണ്, ഒരു ഓർബിറ്റാണ് ജിയോ സ്റ്റേഷണറി. ഓക്കെ. അടുത്തതായിട്ട് മീഡിയം എർത്ത് ഓർബിറ്റ്. അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് മീഡിയം എർത്ത് ഓർബിറ്റ്, മിയോ. എന്താണ് മീഡിയം എർത്ത് ഓർബിറ്റ്? നമ്മൾ പറഞ്ഞു ലോ എർത്ത് ഓർബിറ്റിനും അതുപോലെ തന്നെ ഹയർ ഓർബിറ്റിനും ഇടയിലുള്ള ഓർബിറ്റാണ് മീഡിയം എർത്ത് ഓർബിറ്റ്. അഥവാ 2000 കിലോമീറ്ററിനും ഏകദേശം 35,000 കിലോമീറ്ററിനും ഇടയിലുള്ള ഓർബിറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മീഡിയം എർത്ത് ഓർബിറ്റ് എന്ന് പറയുന്നത്. ഇതിൽ മീഡിയം എർത്ത് ഓർബിറ്റിൻ്റെ ഏകദേശം ഭൂമിയുമായിട്ട് 20,000 കിലോമീറ്റർ അകലെയുള്ളൊരു മീഡിയം എർത്ത് ഓർബിറ്റിൽ ഉള്ള ഒരു സാറ്റലൈറ്റ് ഏകദേശം ഭൂമിയെ 12 മണിക്കൂർ കൊണ്ട് വലയം വയ്ക്കുന്നു. ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ അതിന് 12 മണിക്കൂർ വേണം. അതായത് ഒരു ദിവസത്തിൽ 2 പ്രാവശ്യം ഭൂമിയെ വലയം വയ്ക്കുന്നു. ഓക്കെ. ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന സാറ്റലൈറ്റുകളാണ് 20,200 കിലോമീറ്റർ അകലെയുള്ള ഒരു സെമി സിങ്ക്രണസ് എന്നാണ് പറയുക. അതിനെ നമ്മൾ സിങ്ക്രണസ് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ കൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്, ഉപഗ്രഹങ്ങൾ ഭൂമിയെ വലയം വയ്ക്കുന്നത്. എന്നാൽ സെമി സിങ്ക്രണസ് എന്ന് പറയുമ്പോൾ ഏകദേശം 2 തവണ 12 മണിക്കൂർ കൊണ്ടൊരിക്കൽ വലയം വയ്ക്കുന്നു. അതുപോലെ തന്നെ 12 മണിക്കൂർ കൂടി 24 മണിക്കൂർ കൊണ്ട് 2 പ്രാവശ്യം വലയം വെച്ചു. ഓക്കെ. ഇത് പ്രധാനമായിട്ടും ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഈ GPS ഗലീലിയോ, GPS, അതായത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള നാവിഗേഷൻ ഉപഗ്രഹങ്ങൾക്കാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ സാറ്റലൈറ്റ് എന്ത് ചെയ്യുന്നത്? പ്രിഫർ ചെയ്യുന്നത്. ഈ സാറ്റലൈറ്റ് അഥവാ മീഡിയം എർത്ത് ഓർബിറ്റ് പ്രിഫർ ചെയ്യുന്നത് പ്രധാനമായിട്ടും നാവിഗേഷൻ പർപ്പസിനാണ്. അതായത് നമ്മുടെ GPS എല്ലാം നിൽക്കുന്നത് അമേരിക്കയുടേതാണ് GPS സാറ്റലൈറ്റുകൾ അല്ലേ. ആ GPS സാറ്റലൈറ്റുകൾ ഇതുപോലെയുള്ള മീഡിയം എർത്ത് ഓർബിറ്റിലാണ് നിൽക്കുന്നതെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഗലീലിയോ എന്ന് പറഞ്ഞിട്ടുള്ള സാറ്റലൈറ്റ്, നക്ഷത്ര സമൂഹം, ഈ ചിത്രത്തിൽ കാണുന്ന ഗലീലിയോ എന്ന് പറഞ്ഞിട്ടുള്ള നക്ഷത്ര സമൂഹം. ഗലീലിയോ ഏത് യൂറോപ്പിൻ്റെ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റമാണ് ഗലീലിയോ. ഓക്കെ. അതുപോലെ മീഡിയം എർത്ത് ഓർബിറ്റ് കാറ്റഗറിയിൽപ്പെടുന്ന മറ്റൊരു ഭ്രമണപഥമാണ് മോൾനിയ ഭ്രമണപഥം അഥവാ മോൾനിയ ഓർബിറ്റ്. ഈ മോൾനിയ ഓർബിറ്റ് എന്താണെന്ന് പഠിക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ആവശ്യകത എന്താണെന്ന് നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ജിയോ സ്റ്റേഷണറി ഓർബിറ്റുകൾ അല്ലെ. ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റുകൾ പ്രധാനമായിട്ടും ഭൂമധ്യരേഖയ്ക്ക് മുകളിലാണ്. അത് ദീർഘകാലം ജിയോ സിൻക്രണസ് ആയതുകൊണ്ട് തന്നെ അത് ദീർഘനാൾ ഒരു അകൃത്യമായിട്ടുള്ളൊരു പ്രദേശത്തെ അത് ലക്ഷ്യം വയ്ക്കും അല്ലേ. ദീർഘനാൾ ആ പ്രദേശത്തെ നിരീക്ഷിക്കാൻ അതിന് സാധിക്കും. എന്നാൽ ധ്രുവപ്രദേശങ്ങളുടെ കാര്യമോ ഭൂമധ്യരേഖ പ്രദേശങ്ങൾക്കും വളരെയധികം അകലെയാണ് ധ്രുവപ്രദേശങ്ങൾ അല്ലേ. ആ ധ്രുവപ്രദേശങ്ങൾ ദീർഘമായിട്ടുള്ള സമയത്ത് നമുക്ക് നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങളൊന്നും നിലവിലില്ല. അത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നാം, പോളാർ ഓർബിറ്റിലേക്ക് ഒരു സാറ്റലൈറ്റ് വിക്ഷേപിച്ചുകൊണ്ട് നമുക്ക് നിരീക്ഷിക്കാമല്ലോ എന്ന്. പക്ഷേ പോളാർ ഓർബിറ്റിലേക്ക് ഒരു സാറ്റലൈറ്റ് വിക്ഷേപിക്കുമ്പോൾ അത് ലോയർ ഓർബിറ്റിലേക്കാണ് വിക്ഷേപിക്കുന്നത്. ലോയർ ഓർബിറ്റിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. അതിൽ സാറ്റലൈറ്റുകൾക്ക് ആ ഓർബിറ്റിൽ വളരെയധികം ഭൂമിയിൽ അടുത്തുള്ളത് കൊണ്ട് തന്നെ വളരെയധികം വേഗത കൂടുതലായിരിക്കും. അത് വിത്തിൻ മിനിറ്റുകൾ കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ധ്രുവപ്രദേശങ്ങളെ കടന്നു പോകുന്നു. അപ്പോൾ നമുക്ക് ദീർഘനേരം മണിക്കൂറുകളോളം ധ്രുവപ്രദേശങ്ങളെ നിരീക്ഷിക്കാനായിട്ട് ഒരു സാറ്റലൈറ്റിൻ്റെ അഭാവമുണ്ട്. അപ്പോഴാണ് ഈ മോൾനിയ ഓർബിറ്റിൻ്റെ പ്രാധാന്യം, അവിടെയാണ് നമുക്ക് ഈ മോൾനിയ ഓർബിറ്റിൻ്റെ പ്രാധാന്യം വരുന്നത്. ഈ മോൾനിയ ഓർബിറ്റിൻ്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഇത് ഹൈലി എലിപ്റ്റിക്കലായിട്ടുള്ളൊരു ഓർബിറ്റാണെന്ന് കാണാം. ഹൈലി എലിപ്റ്റിക്കലായിട്ടുള്ളൊരു ഓർബിറ്റാണ് മോൾനിയ ഓർബിറ്റ്. ഭൂമിയുമായി അടുത്ത് വരുന്ന ഭാഗത്ത് സാറ്റലൈറ്റിന് വളരെയധികം വേഗത കൂടുതലാണെന്ന് പറഞ്ഞു അല്ലേ. ഈ ഇത്രയും ഭാഗം ഭൂമിയുമായി വളരെയധികം അടുത്ത് വരുന്ന ഭാഗമാണ്. ഇത് പെട്ടെന്ന് തന്നെ ഈ സാറ്റലൈറ്റ് കവർ ചെയ്യും. എന്നാൽ
പിന്നീടുള്ള ഭാഗം മുഴുവൻ ഭൂമിയുമായി അകന്നു പോകുന്ന ഭാഗങ്ങളാണ്. ഈ അകന്നു പോകുന്നത് സാറ്റലൈറ്റുകൾക്ക് അകന്നു പോകുന്ന വേളയിൽ സാറ്റലൈറ്റുകൾക്ക് വളരെയധികം വേഗം കുറവായിരിക്കും. ആയതുകൊണ്ട് തന്നെ ഇത്രയും സമയം നമുക്ക് എന്ത് ചെയ്യാം, ധ്രുവപ്രദേശങ്ങളെ നിരീക്ഷിക്കാം. ഇത് ഇത്രയും ഇൻക്ലൈൻഡ് ആയിട്ട് ഈ ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും ഭാഗത്ത് ധ്രുവപ്രദേശങ്ങളെ ഇത്രയും സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിരീക്ഷിക്കാൻ പറ്റും. ഇത് മീഡിയം എർത്ത് ഓർബിറ്റ് ആണെന്ന് പറഞ്ഞു. ആ മീഡിയം എർത്ത് ഓർബിറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനെ ഭ്രമണപഥം പൂർത്തിയാക്കാൻ 12 മണിക്കൂർ വേണം. ഈ 12 മണിക്കൂറിൽ 2/3 ഭാഗവും ഈ 2/3 ഭാഗവും ഈ ധ്രുവപ്രദേശങ്ങളെ നിരീക്ഷിക്കാനായിട്ടുള്ള സമയമായിട്ട് നമുക്ക് കിട്ടും. ബാക്കിയുള്ള ഒരു ഭാഗമാണ് ഭൂമിയുടെ മറ്റു ഭാഗം കവർ ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഇതാണ് ഈ ഓർബിറ്റിൻ്റെ പ്രത്യേകത. അടുത്തതായിട്ട് ലോ എർത്ത് ഓർബിറ്റ്. ലോ എർത്ത് ഓർബിറ്റ് നമ്മൾ പറഞ്ഞു, ഭൂമിയിൽ നിന്നും 160 കിലോമീറ്റർ ഉയരത്തിലും അതുപോലെ തന്നെ 1000 കിലോമീറ്റർ താഴെ ഏകദേശം 2000 കിലോമീറ്റർ വരെ പോകാം. 160 മുതൽ 2000 കിലോമീറ്റർ വരെ. ഈ ലോ എർത്ത് ഓർബിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ലോ എർത്ത് ഓർബിറ്റിന് നമുക്ക് കമ്മ്യൂണിക്കേഷൻ അതൊരിക്കലും നമ്മൾ നേരത്തെ പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ഓർബിറ്റിന് വളരെയധികം വേഗത കൂടുതലാണ് അല്ലേ. മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത് എർത്ത് ഒബ്സർവേഷന് വേണ്ടിയിട്ടാണ്. എർത്ത് ഒബ്സർവേഷൻ അഥവാ സാറ്റലൈറ്റ് ഇമേജിങ്, ഭൂമിയുടെ നല്ല റെസല്യൂഷനിലുള്ള ചിത്രങ്ങളെല്ലാം എടുക്കുന്നതിനായിട്ടും കാലാവസ്ഥയൊക്കെ പഠിക്കുന്നതിനായിട്ട് ഒക്കെയാണ് ഇത് പ്രധാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റുകളെല്ലാം വിക്ഷേപിക്കുന്നത് തന്നെ ഈ ലോ എർത്ത് ഓർബിറ്റിലാണ്. അതുപോലെ തന്നെ ISS. എന്താണ് ISS? ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അല്ലേ. നമുക്കറിയാം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അഥവാ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ലോ എർത്ത് ഓർബിറ്റിലാണ്. ഈ ലോ എർത്ത് ഓർബിറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഏകദേശം സെക്കൻഡിൽ അതിൻ്റെ വേഗത 7.8 കിലോമീറ്റർ ആണെന്ന് ഓർക്കുക. 90 മിനിറ്റ് സമയം കൊണ്ട് ഇത് ഭൂമിയെ ഒരു തവണ ഭ്രമണം ചെയ്യും. ഒരു ദിവസം ഏകദേശം 16 തവണ ഭൂമിയെ ഈ ISS അഥവാ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോളാർ ഓർബിറ്റ്, ലിയോയുടെ ഒരു ഉപവിഭാഗമാണ് പോളാർ ഓർബിറ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, പോളുകൾക്ക് മുകളിലൂടെയുള്ള ഓർബിറ്റാണ് ഏത് പോളാർ ഓർബിറ്റ്. ഈ ധ്രുവപ്രദേശങ്ങൾ പോളുകൾക്ക് മുകളിൽ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി പോളുകൾക്ക് മുകളിലാവണമെന്ന് നിർബന്ധമില്ല. 20 മുതൽ 30 ഡിഗ്രി വരെ നമുക്ക് എന്ത് ചെയ്യാം, പോളുകൾക്ക് മുകളിൽ 20 മുതൽ 30 ഡിഗ്രി വരെ ചരിവുണ്ടായിരിക്കാം. 20 മുതൽ 30 ഡിഗ്രി വരെയുള്ള വ്യതിയാനം നമുക്ക് ഏതാണ്ട് കണക്കാക്കുന്നത് പോളാർ ഓർബിറ്റ് തന്നെയാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഈ പോളാർ ഓർബിറ്റിലെ സൺ സിങ്ക്രണസ് ഓർബിറ്റ് എന്നും കൂടി പറയുന്നു. പോളാർ ഓർബിറ്റിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇത് സൺ സിങ്ക്രണസ്. നമ്മൾ ജിയോ സിങ്ക്രണസ് പഠിച്ചു, എന്നാൽ ഇത് സൺ സിങ്ക്രണസ് ആണ്. അടുത്തതായിട്ട് പോളാർ ഓർബിറ്റ് അല്ലെങ്കിൽ സൺ സിങ്ക്രണസ് ഓർബിറ്റുകളെ കുറിച്ച് നോക്കാം. എന്താണ് പോളാർ ഓർബിറ്റ്? നമ്മൾ പഠിച്ചു അല്ലേ, പോൾസിന് മുകളിലൂടെയുള്ള ഓർബിറ്റുകളെ നമ്മൾ പോളാർ ഓർബിറ്റ് എന്ന് പറഞ്ഞു അല്ലേ. അതായത് ഇക്വേറ്ററിന് മുകളിലൂടെയുള്ള ഓർബിറ്റുകൾ ഇക്വറ്റോറിയൽ ഓർബിറ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ പോൾസിന് മുകളിലുള്ള ഓർബിറ്റുകൾ, അതായത് ധ്രുവങ്ങൾക്ക് മുകളിലുള്ള ഓർബിറ്റുകളെല്ലാം നമ്മൾ പോളാർ ഓർബിറ്റ് എന്നാണ് പറയുന്നത്. ഈ പോളാർ ഓർബിറ്റ് ഏകദേശം 20 മുതൽ 30 ഡിഗ്രി വരെ ചരിവുണ്ടെങ്കിൽ തന്നെയും അതിന് പോളാർ ഓർബിറ്റായിട്ട് തന്നെ പറയാം. അതുപോലെ തന്നെ ഈ പോളാർ ഓർബിറ്റുകൾ ലോ എർത്ത് ഓർബിറ്റ് കാറ്റഗറിയിലാണ് വരുന്നത്. അതായത് ലോ എർത്ത് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ 160 മുതൽ 150 കിലോമീറ്റർ മുതൽ ഏകദേശം 2000 കിലോമീറ്റർ വരെയുള്ള എല്ലാ ഓർബിറ്റുകളെയും നമ്മൾ ലോ എർത്ത് ഓർബിറ്റ് എന്ന കാറ്റഗറിയിലാണ് പഠിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പോളാർ ഓർബിറ്റുകളെല്ലാം ലോ എർത്ത് ഓർബിറ്റ് കാറ്റഗറിയിലാണെന്ന് കൂടി ഓർത്തിരിക്കുക. ഈ പോളാർ ഓർബിറ്റുകളിൽ സൺ സിങ്ക്രണസ് ഓർബിറ്റ് എന്ന് കൂടി അറിയപ്പെടുന്നു. ഈ പോളാർ ഓർബിറ്റുകളെ സൺ സിങ്ക്രണസ് ഓർബിറ്റ് എന്ന് കൂടി അറിയപ്പെടുന്നു. എന്താണ് സൺ സിങ്ക്രണസ് ഓർബിറ്റ്? നമ്മൾ പഠിച്ചു ജിയോ സിങ്ക്രണസ് ഓർബിറ്റുകളെ കുറിച്ച് അല്ലേ. എന്താണ് ഭൂമിയുമായി സമന്വയിച്ചിരിക്കുക? അതായത് ജിയോ സിങ്ക്രണസ് എന്ന് പറഞ്ഞാൽ ഭൂമിയുമായിട്ട് സമന്വയിച്ചിരിക്കുക എന്ന് പറഞ്ഞു. എന്താണ് ഭൂമിയുമായിട്ട് സമന്വയിക്കുക? ഭൂമിയുടെ റൊട്ടേഷന് ആനുപാതികമായിട്ട് അതേ സ്പീഡിലും അതേ ദിശയിലും സഞ്ചരിക്കുന്ന സാറ്റലൈറ്റുകൾ നമ്മൾ ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റുകൾ എന്നാണ് പറയുന്നത് അല്ലേ. ഏകദേശം 36,000 കിലോമീറ്റർ അകലെ നിന്നാൽ മാത്രമാണ് സാറ്റലൈറ്റിന് ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ അതേ വേഗതയിലും അതേ ദിശയിലും കറങ്ങാൻ സാധിക്കുള്ളൂ. ആ സ്പീഡ് വരത്തുള്ളൂ. അതുപോലെ തന്നെ അത്രയും ഉയരത്തിലുള്ള സാറ്റലൈറ്റുകൾ നമ്മൾ ജിയോ സിങ്ക്രണസ് ആയിട്ടുള്ള സാറ്റലൈറ്റുകളാണ്. ആ ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് എന്ന് പറയുന്ന സാധനം ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ് ആവണമെങ്കിൽ ഭൂമധ്യരേഖയ്ക്ക് മുകളിലൂടെ വരണം എന്നുകൂടി നമ്മൾ പഠിച്ചു അല്ലേ. അതുപോലെ തന്നെ സൺ സിങ്ക്രണസ് ഓർബിറ്റുകൾ എന്ന് പറയുന്നത് പോളാർ ഓർബിറ്റുകളെയാണ് പറയുന്നത്. ഈ പോളാർ ഓർബിറ്റുകളെല്ലാം സൂര്യനുമായിട്ട് സമന്വയിച്ചിരിക്കുകയാണ്. അതായത് ഭൂമി സൂര്യനെ കറങ്ങുന്നുണ്ട് അല്ലേ. സൂര്യനെ കറങ്ങുന്നതിന് നമ്മൾ പരിക്രമണം എന്ന് പറയുന്നു അല്ലേ. അതായത് റെവല്യൂഷൻ അഥവാ പരിക്രമണം. അതുപോലെ തന്നെ ഈ പരിക്രമണം ചെയ്യുന്ന സമയത്ത് ഭൂമിയുടെ ചരിവ് കാരണം സൂര്യൻ മുകളിലോട്ടും താഴോട്ടും, അതായത് തെക്ക് വടക്ക് ദിശയിലേക്ക് ചലിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അതിന് സൂര്യൻ്റെ അയനം എന്നൊക്കെ നമ്മൾ പഠിക്കും. ഈ ജോഗ്രഫിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സൂര്യൻ്റെ അയനം, അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ. ആ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ എന്ന് പറയുന്ന പ്രതിഭാസം നടക്കുന്നത് ഈ പറയുന്ന പരിക്രമണം മൂലമാണ്. ഈ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമിയുടെ ഏകദേശം അച്ചുതണ്ടിൻ്റെ ചരിവ് മൂലമാണ്. സൂര്യൻ യഥാർത്ഥത്തിൽ അങ്ങനെ ചലിക്കുന്നില്ല, ഭൂമിയുടെ ചരിവാണ് നമുക്ക് സൂര്യൻ അങ്ങനെ ചലിക്കുന്നതായിട്ട് തോന്നുന്നത്. ഈ സൂര്യൻ ഇങ്ങനെ ചലിക്കുമ്പോൾ തന്നെ ഈ സൂര്യൻ അഭിമുഖമായിട്ടാണ് ഏത് നിൽക്കുന്നത്, ഈ പറയുന്ന സൺ സിങ്ക്രണസ് ഓർബിറ്റ് എന്ന് പറയുന്ന ഓർബിറ്റ് ഉള്ളത്. ഈ സൂര്യൻ അഭിമുഖമായിട്ട് തന്നെ അത് കറങ്ങിക്കൊണ്ടിരിക്കും. ഈ പറയുന്ന സൂര്യൻ്റെ ചലനം, ഈ ചലനത്തിന് ആനുപാതികമായിട്ട് ഈ ഓർബിറ്റിലും വ്യത്യാസം വരും. ഇത് ആ സൂര്യൻ അഭിമുഖമായിട്ട് തന്നെ നിൽക്കും. ഒരിക്കലും ഇതിൻ്റെ സ്ഥാനം ആ സൂര്യൻ്റെ
ആ പറയുന്ന ആംഗിളിൽ നിന്ന് വ്യത്യാസപ്പെടുന്നതേയില്ല. ഓക്കെ, സൂര്യൻ്റെ അഭിമുഖമായിട്ട് തന്നെ ഏതൊരു സമയം, അതായത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അത് ഭൂമിയിൽ ഒരു സാറ്റലൈറ്റ് ഭൂമിയുടെ ഒരു സമയത്ത് ഏകദേശം ഭൂമിയിൽ നമ്മളിപ്പോൾ ഒരു കൃത്യം 1 മണിക്ക് ഒരു സാറ്റലൈറ്റ് നമുക്ക് ആ കൃത്യമായിട്ടുള്ള ആ സ്ഥാനത്ത് വരികയാണെങ്കിൽ അടുത്ത ദിവസം അതേ സ്ഥാനത്ത് അതേ സമയത്തും അതേ സ്ഥാനത്തും ആ സാറ്റലൈറ്റ് കൃത്യമായിട്ട് എത്തുന്നു. ഇത് തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, ഇതിന് വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള സാറ്റലൈറ്റുകളെ, ഇങ്ങനെയുള്ള ഭ്രമണപഥങ്ങളെ പറയുന്ന പേരാണ് സൺ സിങ്ക്രണസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സൺ സിങ്ക്രണസ് സാറ്റലൈറ്റുകൾ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള ചിത്രങ്ങളെല്ലാം, അതായത് ഒരു കാലാവസ്ഥയെ കൊടുങ്കാറ്റുകളൊക്കെ പ്രവചിക്കാനായിട്ടാണ് നമ്മൾ സഹായിക്കുന്നതിനായിട്ട് ഈ പറയുന്ന ഒരു പ്രദേശത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ദീർഘമായിട്ടുള്ള വ്യത്യസ്ത ദിവസങ്ങളിലുള്ള ഒരേ സമയത്തുള്ള വ്യത്യസ്ത ദിവസങ്ങൾ അതിൻ്റെ ചേഞ്ചസുകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ചിത്രങ്ങളെല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്തുന്നു. അഥവാ കാട്ടുതീ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം പോലുള്ള അടിയന്തര സാഹചര്യങ്ങളൊക്കെ നിരീക്ഷിക്കുമ്പോൾ പ്രധാനമായിട്ടും ഈ സാറ്റലൈറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. ഭൂമിയുടെ, അതായത് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകളെല്ലാം മിക്കവാറും ഇതുവരെയുള്ള സൺ സിങ്ക്രണസ് ഓർബിറ്റുകളിലേക്കാണ്, അതായത് പോളാർ ഓർബിറ്റുകളിലേക്ക് വിക്ഷേപിക്കാറുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് ട്രാൻസ്ഫർ ഓർബിറ്റുകൾ അഥവാ ജിയോ സ്റ്റേഷണറി ട്രാൻസ്ഫർ ഓർബിറ്റുകളെ കുറിച്ച് നോക്കാം. എന്താണ് ജിയോ സ്റ്റേഷണറി ട്രാൻസ്ഫർ ഓർബിറ്റ് അഥവാ GTO എന്ന് പറഞ്ഞാൽ? നമ്മൾ ജിയോ സ്റ്റേഷണറി ഓർബിറ്റുകളെ കുറിച്ച് പഠിച്ചു അല്ലേ? ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിലായിട്ട് 36,000 കിലോമീറ്റർ അകലെയുള്ള ഓർബിറ്റുകളെ നമ്മൾ ജിയോ സ്റ്റേഷണറി ഓർബിറ്റുകൾ എന്ന് പഠിച്ചു. അതുപോലെ തന്നെ ജിയോ സ്റ്റേഷണറി ട്രാൻസ്ഫർ ഓർബിറ്റ് എന്നാൽ ഈ ജിയോ സ്റ്റേഷണറി ഓർബിറ്റിലേക്ക് ഒരു ഉപഗ്രഹത്തെ എത്തിക്കുന്നത് എങ്ങനെയെന്ന് പഠിച്ചാൽ നമുക്ക് ജിയോ സ്റ്റേഷണറി ട്രാൻസ്ഫർ ഓർബിറ്റ് എന്താണെന്ന് അറിയാൻ കഴിയും. ഓക്കെ, ഇനി ജിയോ സ്റ്റേഷണറി ഓർബിറ്റ് അഥവാ 36,000 കിലോമീറ്റർ അകലെയുള്ള ഒരു ഭ്രമണപഥത്തിലേക്ക് എങ്ങനെയാണ് നമ്മൾ സാറ്റലൈറ്റുകളെ എത്തിക്കുന്നത്? നിങ്ങൾ പറയും GSLV റോക്കറ്റ് ഉപയോഗിച്ച് നമുക്ക് എത്തിക്കാമെന്ന് പറയും അല്ലേ? GSLV റോക്കറ്റ് എന്ന ഭാരമേറിയ ഉപഗ്രഹങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ പറയുന്ന 36,000 കിലോമീറ്റർ വരെ അകലെയുള്ള ഭ്രമണപഥത്തിൽ ആ GSLV റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണോ നമ്മൾ ഉപഗ്രഹങ്ങളെ പ്ലേസ് ചെയ്യുന്നത്? ഒരിക്കലുമല്ല. നമ്മളുടെ ഇത്രയും ദൂരം ഈ റോക്കറ്റിന് സഞ്ചരിക്കണമെങ്കിൽ ഒരുപാട് ഇന്ധനം ആവശ്യമാണ്, ഒരുപാട് ശക്തിയേറിയ ബൂസ്റ്ററുകൾ ആവശ്യമാണ്. പക്ഷേ എന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ GSLV ഉപയോഗിച്ചിട്ടുള്ള ഈ GSLV റോക്കറ്റുകൾ ഉപയോഗിച്ച് അതൊരു ലോ എർത്ത് ഓർബിറ്റിലേക്ക്, ഈ യെല്ലോ ലൈനിൽ കാണിച്ചിരിക്കുന്നതാണ് അതിൻ്റെ പാത്ത്, ഈ റോക്കറ്റ് വിക്ഷേപിച്ച് നമ്മൾ ഏകദേശം ഈ യെല്ലോ ലൈൻ അവസാനിക്കുന്ന ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്? ഉപഗ്രഹങ്ങളെ പ്ലേസ് ചെയ്യുന്നത്. ഏകദേശം ലോ എർത്ത് ഓർബിറ്റിൽ തന്നെയാണ് ഈ ഉപഗ്രഹങ്ങളെ പ്ലേസ് ചെയ്യുന്നത്. എന്നാൽ ആ ഉപഗ്രഹങ്ങളിലുള്ള ത്രസ്റ്ററുകൾ, അതായത് ബൂസ്റ്ററുകളുണ്ട്, ചെറിയ ബൂസ്റ്ററുകൾ ആ ഉപഗ്രഹങ്ങളിലുണ്ട്. ഈ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ, അതായത് ബഹിരാകാശത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഈ ഉപഗ്രഹങ്ങൾക്ക് മൂവ് ചെയ്യാൻ എന്ത് മതി? ചെറിയൊരു ത്രസ്റ്ററുകൾ മതി. ഓക്കെ, ശക്തിയേറിയിട്ടുള്ള റോക്കറ്റ് ബൂസ്റ്ററുകളൊന്നും ആവശ്യമില്ല എന്നും കൂടി ഓർത്തിരിക്കുക. എന്തുകൊണ്ടെന്നാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താരതമ്യേന വളരെ കുറവായിരിക്കും ബഹിരാകാശത്തിലെ. അതുപോലെ തന്നെ ഈ പറയുന്ന യെല്ലോ ലൈൻ അവസാനിക്കുന്ന ഭാഗത്ത് ഈ പറയുന്ന സാറ്റലൈറ്റുകളെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാറ്റലൈറ്റുകൾ ത്രസ്റ്ററുകൾ വർക്ക് ചെയ്ത് അത് ഒരു ദീർഘവൃത്താകൃതിയിലുള്ള ഒരു ഭ്രമണപഥത്തിലേക്ക് ഈ ഉപഗ്രഹങ്ങളെ ഈ ത്രസ്റ്ററുകൾ ഉപയോഗിച്ച് എത്തിക്കുന്നു. ഈ ദീർഘവൃത്താകൃതിയിലുള്ള ഹൈലി എലിപ്റ്റിക്കലായിട്ടുള്ള ഒരു ഓർബിറ്റിലേക്ക് ഈ ഭ്രമണപഥത്തിലെ ഈ സാറ്റലൈറ്റുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യിക്കുന്നു. എന്നാൽ ആ സാറ്റലൈറ്റുകൾ വീണ്ടും ആ എലിപ്റ്റിക്കലിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ല. അതിന് പകരമായിട്ട് ഏകദേശം 36,000 കിലോമീറ്റർ അകലെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അത് എലിപ്റ്റിക്കലായിട്ട് ഇങ്ങനെ കറങ്ങുകയല്ല, അതിന് പകരമായിട്ടത് വൃത്താകൃതിയിൽ കറങ്ങുന്നു. ഓക്കെ, വൃത്താകൃതിയിൽ കറങ്ങാനുള്ള ത്രസ്റ്ററുകൾ പിന്നെയും ആ ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിച്ച് അതിൻ്റെ ദിശ മാറ്റിയിട്ട് വീണ്ടും വൃത്താകൃതിയിലാക്കുന്നു. ഇങ്ങനെയുള്ള ആക്കുന്നതിനായിട്ട്, അതായത് ഈ പറയുന്ന ലോ എർത്ത് ഓർബിറ്റിൽ നിന്നും ഈ പറയുന്ന ജിയോ സ്റ്റേഷണറി ഓർബിറ്റിലേക്ക് ഉപഗ്രഹങ്ങളെ എത്തിക്കുന്നതിനിടയിലുള്ള ഈ പറയുന്ന ഓർബിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജിയോ സ്റ്റേഷണറി ട്രാൻസ്ഫർ ഓർബിറ്റ് എന്ന് പറയുന്നത് അല്ലേ? ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഓർബിറ്റാണ്. പ്രത്യേകിച്ച് ഓർക്കുക, അതിൽ പേരിൽ തന്നെ ഉണ്ട്, ട്രാൻസ്ഫർ ചെയ്യുന്നതിനായിട്ട്. ഇത് ലോ എർത്ത് ഓർബിറ്റിൽ നിന്നും അതുപോലെയുള്ള ഹൈ എർത്ത് ഓർബിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഓർബിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജിയോ സ്റ്റേഷണറി ട്രാൻസ്ഫർ ഓർബിറ്റ് എന്ന് പറയുന്നത്. ഇനി സംശയം വരില്ലല്ലോ, ഇതാണ് ജിയോ സ്റ്റേഷണറി ട്രാൻസ്ഫർ ഓർബിറ്റ്, GTOs. ഓക്കെ.